അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ വിദേശയാത്ര പോയിട്ട് യാത്ര ചെയ്യാനുള്ള സമയം പോലും ഇല്ല. കാരണം വേറെ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നടക്കുകയും നമ്മുടെ നിവിൻ പോളിക്കെതിരായി വന്ന ന്യൂസിന് വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ എത്തിയിരിക്കുകയാണ്. അതായത് സ്വന്തം സുഹൃത്തിന് വേണ്ടിയിട്ട് ഏതൊരു മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിവിന് സിനിമ ഇല്ലാതിരുന്ന സമയത്താണെങ്കിലും വിനീത് ശ്രീനിവാസന്റെ ഭാഗത്തു നിന്നും സ്വന്തമായി കഥ എഴുതി ഒരു സിനിമ നിർമ്മിച്ച് വലിയ രീതിയിലേക്ക് വിനീത് നിവിനെ കയറ്റിവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ പോലും വളരെ മോശം സിറ്റുവേഷനിലാണ് നിവിൻ പോളി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിവിൻ പോളി പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ വ്യാജ ആരോപണമാണെന്ന് ഓൾറെഡി നിവിൻ പോളി തന്നെ പറഞ്ഞതാണ്. ഒരുപാട് പൊരുത്തക്കേടുകൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അടക്കം ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ലേഡി പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിട്ട് അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ നമ്മളിത് കണ്ടതാണ്, ഇത് വ്യാജമാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന് വലിയ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്, അത് മുറുകെ പിടിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പൊ വിനീത് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തെളിവുകളടക്കം പുറത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലേഡി പറഞ്ഞ സമയത്ത്, ആ ലേഡി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് എന്റെ കൂടെയാണ് നിവിൻ പോളി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഫാർമ എന്ന് പറയുന്ന സീരീസിന്റെ ഡയറക്ടറും കൂടിയിട്ട് വന്നിട്ടുണ്ട്, പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നേരത്തെ സൂചിപ്പിച്ച സംവിധായകൻ അരുണിലേക്ക് നമുക്കൊന്ന് പോകണം. ശ്രീ അരുൺ, വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് താങ്കളുടെ സീരീസിന്റെ ഷൂട്ട് ലൊക്കേഷനിലേക്കാണ് നിവിൻ പോകുന്നു എന്ന് പറഞ്ഞതായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതിൽ അരുണിന് വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 14, 15, 16 ഈ 3 തീയതികളിൽ എവിടെയായിരുന്നു നിവിൻ പോളി എന്നത് ഈ കേസിന്റെ അന്വേഷണത്തിലും പ്രധാനപ്പെട്ടതാണ്. അരുണിന്റെ ലൊക്കേഷനിൽ എന്നാണ് നിവിൻ പോളി വന്നത്? എങ്ങനെയായിരുന്നു ഷൂട്ടിന്റെ ഷെഡ്യൂൾ? നിവിൻ പോളി ഞങ്ങളുടെ ഫാർമ എന്ന വെബ് സീരീസ് KP വിനോദായിട്ട് എന്ന കഥാപാത്രമായി ഈ 15-ാം തീയതിയും 16-ാം തീയതിയും എല്ലാം അഭിനയിച്ചതാണ്. വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ നേരെ ഫാർമയുടെ സെറ്റിലേക്കാണ് വന്നത്. ഫാർമയുടെ സെറ്റിൽ നിവിൻ അഭിനയിച്ചതിന്റെ ഫോട്ടോസ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിംഗ് ആണ്. അപ്പോ ഇതിന്റെ സംവിധായകൻ ഫാർമ എന്ന് പറയുന്ന സീരീസിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോളി ഇവിടെ വന്നിരുന്നു എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും 300-ൽ പരം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ടാവും. അവിടെ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്നതിന് അത്രയും പേര് അവിടെ തെളിവാണ്. അപ്പൊ ഇതിന്റെ കൂടെ അരുൺ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അന്നെല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും അതിന്റെ ഫുട്ടേജസും എല്ലാം ഞങ്ങളുടെ കൈവശവും ഉണ്ട്. അപ്പൊ 14, 15, 16 എല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. 15-ാം തീയതി 16-ാം തീയതി ഒക്കെ ഞങ്ങളുടെ സെറ്റിൽ തന്നെ നിവിനുണ്ട്. അരുൺ, ആ തീയതി തന്നെയാണ് ഈ പരാതിക്കാരി പറയുന്നത് 3 ദിവസങ്ങൾ. അതിൽ ഒരു ദിവസവും പിന്നെ കുറച്ച് മണിക്കൂറുകളും വിനീത് ശ്രീനിവാസന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട സീനുകൾ എടുക്കുകയായിരുന്നു. അതിനുശേഷം നേരെ താങ്കളുടെ സിനിമയുടെ സെറ്റിലേക്ക് വരികയായിരുന്നില്ല. അതിനിടയിൽ വിദേശയാത്ര എന്തെങ്കിലും നടത്തിയതായി നിവിൻ പറഞ്ഞിരുന്നു ആ മാസം? അതിനിടയിൽ വിദേശയാത്ര പോയിട്ട് യാത്ര ചെയ്യാനുള്ള സമയം പോലും ഇല്ല. കാരണം വേറെ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നടക്കുകയും അതിനുശേഷം നേരെ ഞങ്ങളുടെ സെറ്റിലേക്ക് വരികയും ഞങ്ങളുടെ സെറ്റിൽ ഫാർമയുടെ സെറ്റിൽ ജോയിൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് തന്നെ ഈ ഡയറക്ടറായിട്ടുള്ള ഫാർമയുടെ ഡയറക്ടറായിട്ടുള്ള അരുൺ പറയുന്നുണ്ട്, ഇതില് ഭയങ്കര ബിസി ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. വിനീത് ശ്രീനിവാസന്റെ സിനിമയും കാര്യങ്ങളും കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് വന്നു, ഫാർമയുടെ സെറ്റിലേക്ക് വന്നു. അതുമാണെങ്കിലും ഭയങ്കര ബിസി ആയിട്ടുള്ളായിരുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനോ കാര്യങ്ങൾക്കോ ഉള്ള ഒരു ടൈമോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് വ്യാജ പരാതിയാണെന്ന്. ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നടക്കുമ്പോൾ ഒട്ടും വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഓടി നടന്ന ഒരു ആക്ടർ ഇങ്ങനെ അഭിനയിക്കണ സമയത്ത് എന്ത് വന്നാലും ശരി ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ദുബായി പോയി എന്നിട്ട് അവിടെ നിന്ന് ഒരാളെ പീഡിപ്പിക്കുക, ഇതൊന്നും എന്താ പറയാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതുകൂടി കേൾക്കാം. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഇവിടുന്ന് വിനീത് ശ്രീനിവാസൻ പറയുമ്പോ തന്നെ നമുക്ക്
ഈ പരാതിക്കാരി പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രയും വലിയ അധോലോകമായിരുന്നോടാ നീ എന്ന് നിവിനോട് ചോദിക്കാൻ തോന്നും. കാരണം ഈ നമ്മുടെ അൽഫോൺസ് പുത്രനൊക്കെ താഴെ വന്നിട്ട് നിവിന്റെ പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ഒരു ഹാക്കറാണെന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാല്. അപ്പോൾ ഈ ശരിക്കും ഇത് ഈ ഒരു വ്യാജ ആരോപണമാണെന്ന് എല്ലാവർക്കും അത്യാവശ്യം ആദ്യമേ മനസ്സിലായപ്പോൾ തന്നെ പിന്നീട് ഇത് ഒരു കോമഡി രീതിയിലേക്ക് മാറി. കാരണം ആ ഒരു ലേഡി പറയുന്ന പല കാര്യങ്ങളും വൈരുദ്ധ്യം ഉണ്ട്, ഇപ്പൊ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നില്ല, അത് എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. ഇതുവരെയും നമ്മുടെ എന്താ പറയാ ത്രില്ലർ പടങ്ങളിലോ അല്ലെങ്കിൽ അത്രയും വലിയ പടങ്ങളിലോ ഒന്നും കാണാത്തത്രയും വലിയ ഏതൊരു ഗുണ്ടയാണ് നിവിൻ പോളി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളോട് കേൾക്കാം. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ വിനീത് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഡേറ്റും കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. കാരണം പ്രൊഡക്ഷൻ കൺട്രോളറോ കാര്യങ്ങളോ ആരുമല്ല വന്നിട്ട് സംസാരിച്ചത്, ഞാനായിരുന്നു നിവിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ടിട്ട് ഈ ഒരു വിഷയത്തിൽ നിവിനെ കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഫാർമ എന്ന് പറയുന്ന സീരീസിൽ അഭിനയിക്കുന്ന സമയത്താണ് അത് അവിടെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഡേറ്റ് തരുന്നത്. ഒരു 4 ദിവസത്തെ ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ അഭിനയിച്ചു കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തു, ഫാർമയുടെ സെറ്റിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ ഒരു ലേഡി വന്നിട്ട് പറയണത്, ഈ ദിവസം ദുബായിൽ ഉണ്ടായിരുന്നു നിവിൻ പോളി എന്നും അവിടെ പോയിട്ട് എന്തൊക്കെയോ കഥകൾ പറയുന്നതാണ്. കഥകൾ നമുക്ക് എന്താ പറയാ ജെയിംസ് ബോണ്ടിന്റെ ആ ഒരു കഥയിൽ പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള കഥകളാണ് മെനഞ്ഞിട്ട് പറയണത്. അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള കഞ്ചാവ് കേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കഞ്ചാവ് അടിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നതാണ്. അപ്പോൾ കൂടുതൽ തെളിവാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ വന്നിട്ട് ഇത്രയും പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ തിരിച്ച് ശരിക്കും ഒരു പരാതി കൊടുക്കുക, അത് എന്തായാലും അവർ ചെയ്യുമായിരിക്കും. തിരിച്ച് പരാതി കൊടുക്കുക, അതിൻ്റെതായ രീതിയിലുള്ള നിയമ നടപടികൾ ഇവർ നേരിടേണ്ടതാണ്. കാരണം എന്താ പറയാ ഇത്രയും ഉറപ്പോടെ വീണ്ടും വീണ്ടും വന്നിട്ട് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ മോശം കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഈ പരാതി കൊടുത്ത സമയത്ത് പീഡനം ഇല്ലായിരുന്നു, അപ്പൊ ഇപ്പൊ പീഡനം വന്നു. അപ്പൊ എന്തൊക്കെയോ ആണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണത്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാൽ തന്നെ ഇവരെ പറ്റിയിട്ട് ഒരു ഏകദേശം ഇത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ അന്വേഷിക്കട്ടെ. ഇവർക്കെതിരെ കേസ് എടുക്കണം എന്നാണ് സത്യം പറഞ്ഞ എന്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്ന സമയത്ത് ശരിക്കുള്ള പരാതികൾ വരുമ്പോൾ അതുകൂടി ആൾക്കാർ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അപ്പോൾ ഇത് ഇനി ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ, ഈ ഒരു സമയത്ത് വ്യാജ പരാതികൾ ഇറക്കിയാല് അപ്പോൾ ശരിക്കുള്ള പരാതികൾ വരുമ്പോൾ അതും വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ ഇതിന് പുറകിലുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. എന്തായാലും അവര് അകത്താകണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് അന്വേഷിച്ചിട്ട് ഈ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ തിരിച്ചൊരു കേസ് എടുക്കുകയും അവരെ ഇതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ അവരുടെ വേണ്ട ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യണം എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.